മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്, മോഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വൺ ഡയമെൻഷണൽ മോഷൻ, അതായത് ഒരു സ്ട്രൈറ്റ് ലൈൻ വൺ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കാം. അപ്പം അതാണ് റെക്റ്റിലീനിയർ മോഷൻ. പിന്നീടുള്ളത് 2D മോഷൻ. 2D മോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് നമുക്ക് മോഷൻ പ്രത്യേകിച്ച് പറയാൻ പറ്റും. ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ, നമ്മൾ ബോൾ ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് അതിങ്ങനെ പാരാബോളായിട്ട് പോകുന്നത് പ്രൊജക്ടൈൽ മോഷൻ. സർക്കുലർ മോഷൻ, നമ്മളൊരു പോയിന്റിൽ പിടിച്ച് നിർത്തിയിട്ട് അത് ഇങ്ങനെ ഒരു പോയിന്റ് ചുറ്റും കിടന്ന് സർക്കുലേറ്റ് ചെയ്ത് കറക്കുന്നത് നമുക്ക് സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം. അപ്പം അങ്ങനെ മൂന്ന് ടൈപ്പ് മോഷനുകളാണ് നമുക്കുള്ളത്. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഗ്രാഫിനകത്ത് ഇത് y ആക്സിസും ഇത് x ആക്സിസും ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ x ഡയറക്ഷന് പാരലായിട്ട് പോകുന്ന ഒരു മോഷനാണ്. ഇത് വൺ ഡയമെൻഷൻ മോഷൻ, കാരണം x ഡയറക്ഷനിൽ മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. ഇത് y ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന മോഷനാണ്. ഇത് വൺ ഡയമെൻഷൻ ആണെന്ന് നമുക്കറിയാം. ഈ വരകളെല്ലാം സ്ട്രൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഇനി ഇങ്ങനൊരു ആംഗിളിൽ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് വൺ ഡയമെൻഷൻ ആണോ ടു ഡയമെൻഷൻ ആണോ? അത് പല, കാരണം എക്സിലും വൈയിലും ചേഞ്ച് ഉണ്ടാവും നമുക്ക് കോർഡിനേറ്റ്സിന്. അപ്പോൾ ഇത് വൺ ഡയമെൻഷൻ ആണോ ടു ഡയമെൻഷൻ ആണോ അളവ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് റൊട്ടേറ്റ് ദ ആക്സിസ്. നമ്മൾ ഈ എക്സ് ആക്സ് വൈ ആക്സിസ് ജസ്റ്റ് ഇങ്ങനെ ആ എക്സ് ആക്സിസ് വൺ ഡയമെൻഷന് ആ ഒരു അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വൺ ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എക്സും വൈയും ഇങ്ങനെ ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് പോയാലും ഒറിജിനൽ ഇൻക്ലൈൻഡ് ആയിട്ട് പോയാലും നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും, അതിനെ ഒരു വൺ ഡയമെൻഷൻ മോഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒറിജിൻ കൂടെ പാസ് ചെയ്യണമെന്നില്ല. ഒറിജിൻ കൂടെ നിന്നും വേറെ രീതി പാസ് ചെയ്താൽ നമുക്ക് എന്താ ഷിഫ്റ്റ് ഓഫ് ദ ഒറിജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എപ്പോഴും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പോകണമെങ്കിൽ വൺ ഡയമെൻഷൻ മോഷൻ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സ് വൈ ഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യം നമ്മൾ അറിയണം. ഒന്ന് റെഫറൻസ് പോയിന്റ്, നമ്മൾ ഏതൊരു പോയിന്റിൽ നിന്നാണ് നോക്കുന്നത് ഒരു മോഷനെ, അത് നമുക്ക് റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കാം. റെഫറൻസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമുക്ക് റെഫറൻസ് ഫ്രെയിം എന്ന് വിളിക്കാം. അതിനെ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം നമുക്ക് വിളിക്കാം. അതായത് ആക്സിലേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പ് ഫ്രെയിമിനെ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. അതായത് ഉദാഹരണത്തിന് ഈ കേസിൽ എക്സും വൈയും ഒക്കെ മര്യാദയ്ക്ക് നിൽക്കുകയാണ്, അതിനെ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. ഇനി ഇതിനൊരു ആക്സിലറേഷൻ കൊണ്ടുവന്ന് വെക്കുക, അതിനെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. അത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ, ഈ റോളിംഗ് എന്ന് പറയുന്നത് വൺ ഡയമെൻഷൻ മോഷൻ ആണോ അതോ ടു ഡയമെൻഷൻ മോഷൻ ആണോ? അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക എന്താണ് എന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്ക് പറയാം. ഇനി പൊസിഷൻ വെക്ടർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോർഡിനേറ്റില് ഒരു പോയിന്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വെക്ടറിനെ നമുക്ക് പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു പോയിന്റ് x1 y1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ നമുക്ക് r1 എന്ന് പറയുന്ന ഒരു വെക്ടർ കൊണ്ട് ഒറിജിനുമായിട്ട് ഘടിപ്പിക്കാൻ പറ്റും. ഒറിജിനിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഒരു വെക്ടർ വരയ്ക്കുന്നതാണ് r1 വെക്ടർ. ആ r എന്ന വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. അതുപോലെ വേറൊരു പോയിന്റ് Q ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന r2 എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എന്ത് വിളിക്കാം, പൊസിഷൻ വെക്ടർ ഓഫ് Q എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം അത് രണ്ടും പൊസിഷൻ വെക്ടറുകളാണ്. രണ്ട് പൊസിഷൻ വെക്ടറുകൾ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തിലേക്കുള്ള എന്ത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അതായത് ആ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്തു നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെക്ടറാണ് ആ വെക്ടർ. ആ വെക്ടർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ, r2 എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ r1 എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് r1 എന്ന് പറയുന്ന വെക്ടറിനെ r2 എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. r2 മൈനസ് r1 ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൽറ്റ ആർ ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇത് നമുക്കറിയാം. ഈ r1 എന്ന് പറയുന്ന വെക്ടർ വെച്ച് കണ്ടോ, ഈ വെക്ടറിനെ നമ്മൾ ഡെൽറ്റ ആർ ഡാഷ് എന്ന വെക്ടറുമായിട്ട് സം ചെയ്യുന്നത്. ഈ വെക്ടറിനെ ഈ വെക്ടർ സം ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ലോ ഓഫ് അഡിഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെക്ടറാണ് ആൻസർ കിട്ടുക. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഡെൽറ്റ ആർ ഡാഷ് എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വിളിക്കാം. r1ഉം r2ഉം പൊസിഷൻ വെക്ടറുകളാണ്. ഓക്കെ, അത്രേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പാത്ത് മുഴുവൻ, അതായത് ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ 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 ഇവിടെ വരെ എത്തുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വരച്ച് കാണിക്കാം. ഇങ്ങനെ 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 ഇവിടെ എത്തുവാണെങ്കിൽ, ഈ പോയിന്റ് ഇവിടെ എത്തുവാണെങ്കിൽ ഈ പാത്ത് എത്ര ഡിസ്റ്റൻസ് ഈ പാത്ത് കവർ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു നൂല് പിടിച്ച് ഈ വഴി എല്ലാം ഞാൻ വെച്ച് ഈ വഴി ഒരു നൂല് വെച്ചിട്ട് ആ നൂലിനെ പിന്നെ എടുത്തിട്ട് അതിന്റെ ലെങ്ത് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിസ്റ്റൻസ്. അതേസമയം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. സ്പീഡ്
സ്പീഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. നമുക്ക് സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാർട്ടിക്കിൾ ഞാൻ ഇവിടെ ഇരിക്കുക, ഇവിടെ ഞാൻ ഒരു ക്ലോക്ക് ഓൺ ചെയ്ത് വെച്ചു, ഒരു ക്ലോക്ക് ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ക്ലോക്കിൽ 1, 2, 3, 4, 5, 6 സെക്കൻഡ് കഴിയുമ്പോഴും ഈ പാർട്ടിക്കിൾ ഒരു മാറ്റവും ഇല്ലെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിന് ടൈമിനനുസൃതമായി ഒരു മാറ്റമില്ല. ആ പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുവാണ്. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പം ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് പെർ ടൈം ആണ് സ്പീഡ്. അപ്പൊ ഇവിടെ ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പം ഈ പാർട്ടിക്കിളിന് സ്പീഡ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഒരു സമയത്ത് ഒരു സെക്കൻഡിൽ 1 മീറ്റർ വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 1 യൂണിറ്റ് വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളാണെന്ന് വെക്കുക. അപ്പോൾ ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 1 മീറ്റർ 1 സെക്കൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 2 മീറ്റർ ആവും 2 സെക്കൻഡ്, 3 മീറ്റർ ആവും 3 സെക്കൻഡ്. അപ്പം ആ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഓഫ് ടൈം. ഇതൊരു വളരെ ചെറിയ ഒരു അതായത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് യൂണിഫോം ആയിട്ടാണ് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ മതി. ഇത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. ചില പാർട്ടിക്കിൾസ് കുറച്ച് സമയം സ്പീഡിൽ പോകും, കുറച്ച് സമയം സ്പീഡ് കുറച്ച് പോകും. അപ്പം നമുക്ക് വേണ്ടുന്ന ആ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഒരു വളരെ കുറച്ച് സമയത്തിന് ആ ഒരു കൊച്ചു ഇന്റർവെല്ലിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു പെർ ആ ടൈം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ വേറെ സ്പീഡിലങ്ങ് പോവാം. അതായത് നമുക്ക് അറിഞ്ഞൂടെ എന്താണ് ആ ഒരു യൂണിഫോം സ്പീഡ്, ഒരു പർട്ടിക്കുലർ സ്പീഡിലങ്ങ് പോവാം. അപ്പോൾ നമുക്ക് എന്താ പറ്റും, ആ പാർട്ടിക്കിളിന് 2 സെക്കൻഡ് ആയപ്പം ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് എത്ര ചോദിക്കുന്നത്. അപ്പൊ 2 സെക്കൻഡിൽ ആ പാർട്ടിക്കിൾ ഇവിടെ നിൽക്കുക. ഇനി 2.00000000 അങ്ങനെ ഒരു വളരെ ചെറിയ ഒരു ടൈമിൽ അത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ അതിപ്പോൾ ഒരു 2.3 എന്ന് പറയുന്നത് അത് റോക്കറ്റിന്റെ അത്ര സ്പീഡിൽ പോകുന്ന സാധനം. 2.3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തത്. അത് ഇവിടെ ഒറിജിനിൽ നിന്ന് ഇത് 2, ഇത് ഒറിജിനിൽ നിന്ന് ഇത് 2.3. അതായത് ഇത്രയും 0.000001 സെക്കൻഡിൽ 2നെ 2.3 മാറിയെങ്കിൽ ആ ചേഞ്ച്, ആ ചെറിയ ചേഞ്ച് 0.3 എന്ന് പറയുന്ന 0.3 ഡിസ്റ്റൻസിന്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഈ പറയുന്ന പോയിന്റ്, കാരണം 2 പോയിന്റ് ഇതേ -2 ആണ്. അപ്പം 0.000000 അത്രയും 1, ഇതാണ് അതിന്റെ ആ ഒരു കുഞ്ഞ് ഇൻസ്റ്റന്റിലുള്ള അതിന്റെ സ്പീഡ്. അല്ലെങ്കിൽ വെലോസിറ്റി എന്നും പറയാം. അതിനെ വെലോസിറ്റി, സ്പീഡ് എന്ന് നമുക്ക് വെലോസിറ്റി പറയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമുക്കൊരു 1 ഡയമെൻഷൻ മോഷന്റെ കേസ് നമുക്ക് ഡിസ്റ്റൻസും സ്പീഡും വെലോസിറ്റിയും സ്പീഡൊക്കെ ഏകദേശം ഒന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അതാണ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതാണ് വെലോസിറ്റി പ്രധാനം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഡിസ്റ്റൻസ് ബൈ ടൈം, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. വെലോസിറ്റി ആകുമ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ ചേഞ്ച് അല്ലേ പറയുന്നത്, അപ്പൊ അതെന്താ സ്കെലാർ ക്വാണ്ടിറ്റി. ഇത് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് പറയുന്നത് എന്താ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ചേഞ്ച് പറയുന്നുണ്ട് നമ്മുടെ വെലോസിറ്റിയും ഒരു വെക്ടർ ക്വാണ്ടിറ്റി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമൊന്നും ഇല്ലാതെ, എങ്കിലും നമ്മൾ ഇതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ഈ ഡിസ്റ്റൻസ് സമയത്തനുസരിച്ച് മാറും നമുക്ക് മനസ്സിലാക്കാം. വെലോസിറ്റി സമയത്തനുസരിച്ച് മാറിയാലോ, അതായത് ഒരു സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോണ സാധനം വേറൊരു സെക്കൻഡിൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലായിട്ട് മാറുക. അതിന്റെ സ്പീഡ് മാറുക ടൈമിനനുസരിച്ച്. അതായത് ഒരു സെക്കൻഡിൽ 1 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് സ്പീഡ് മാറുന്നു. ഡിസ്റ്റൻസ് മാറുക, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് മാറില്ല, അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മാറും. അപ്പൊ 2ൽ നിന്ന് 3 മാറുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോണ സാധനം 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലോട്ട് മാറുകയാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമുക്ക് ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി വി ഐ എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞു, ഒരു ടി ടൈം കഴിഞ്ഞപ്പോൾ, ഇവിടെ നിന്ന് ഒരു ടി ടൈം കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി മാറി വി എഫ് ആയിട്ട് കൺവേർട്ട് ആയി, വി ഫൈനൽ ആയിട്ട് കൺവേർട്ട് ആയി. ആ സമയത്തുള്ള ആക്സിലറേഷൻ എന്ത് എന്ന് ചോദിച്ചാൽ വി എഫ് മൈനസ് വി ഐ ബൈ ടി നമുക്ക് പറയാം. പക്ഷേ ആക്സിലറേഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷന്റെ മാത്തമെറ്റിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഈ പറയുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് ഈവൻ ആയിരിക്കില്ല. ഓക്കെ, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെലോസിറ്റിയുടെ ചേഞ്ച് സെയിം ആയിരിക്കില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ വെക്ടർ ഫോമില് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി, ഇത് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമുക്ക് വിളിക്കാം, ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ബൈ ടൈം അവനെ നമുക്ക് ആക്സിലറേഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേണ്ടുന്ന ആളെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അപ്പം
ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എപ്പോഴും ഒരു എഫക്റ്റ്, നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ച് എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. ഈ ആക്സിലറേഷൻ ചുമ്മാ അങ്ങ് ഉണ്ടാകത്തില്ല മക്കളെ. ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എപ്പോഴും ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കണം. അപ്പം കോസ് ആണ് ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. ഫോഴ്സിൽ നിന്ന് ആക്സിലറേഷനിലേക്ക് അല്ലെങ്കിൽ ആ സ്പീഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി ടേംസിലേക്ക് ആക്സിലറേഷനിലേക്ക് മാറുവാണ്. ഓക്കെ, അപ്പം ആ ഒരു ടേംസ് മാറുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കോസും കൂടി കൂടെ വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഫോഴ്സ് ആണ് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ശരിക്കും പറയുന്നത് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഫോഴ്സ് അപ്ലൈഡ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ കൺവീനിയൻസിന് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആയിരിക്കും. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആക്സിലറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അതൊരു ഭയങ്കര കൺസെപ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ബോഡിയിൽ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓപ്ഷൻ എ അത് റെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ ബി അത് ഒരു സ്പേസിലാണ്, ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത സർഫസിലാണെന്നുണ്ടെങ്കിൽ 1 റെസ്റ്റ് ചെയ്തിരിക്കുന്നു. 2 അത് മൂവ് ചെയ്യുന്നു. 3 അത് ആക്സിലറേറ്റ് ചെയ്യുന്നു. ഇത് 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മൂവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഫോഴ്സ് ഒരു ബോഡി അപ്ലൈ ചെയ്തില്ലെങ്കിലും അത് മൂവ് ചെയ്യും. കാരണം യൂണിഫോം മോഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനിൽ പോകണമെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഇനി യൂണിഫോം അല്ലാത്ത ആക്സിലറേറ്റഡ് മോഷനിൽ പോകണമെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. അതൊരു വേരിയബിൾ ഫോഴ്സ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടാവും. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വിൽ ബി ഒരു കോൺസ്റ്റന്റ്. അതായത് ആ ചേഞ്ച് വെലോസിറ്റി യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആയിട്ട് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് മാറുന്നത് യൂണിഫോം ആയിരിക്കില്ല, പക്ഷേ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ചേഞ്ച് യൂണിഫോം ആയിട്ട് മാറും. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സിനെ നമുക്ക് 3 രീതി എഴുതാം. ഒന്ന്, ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. ആ കേസിൽ ഒന്നെങ്കിൽ ബോഡി റെസ്റ്റിലിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ആ കേസിൽ എന്താ? ആക്സലറേഷൻ 0 ആയിരിക്കും. വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഉണ്ട്. ചേഞ്ച് വെലോസിറ്റി ഉണ്ടോ? ചേഞ്ച് വെലോസിറ്റി ഇല്ല. ചേഞ്ച് വെലോസിറ്റി ഇല്ലെങ്കിൽ ആക്സലറേഷനും ഇല്ല. ഓക്കെ, അപ്പം ഫോഴ്സ് 0 ആണെങ്കിൽ, ഫസ്റ്റ് കേസ് ഫോഴ്സ് 0 ആണെങ്കിൽ എന്ത് പറയാം? ഫോഴ്സ് 0 ആണെങ്കിൽ എന്ത് പറയാം? ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സലറേഷനും 0 ആയിരിക്കും. അടുത്തത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. അതും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം കോൺസ്റ്റന്റ് ബൈ മാസ് വരും. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും മക്കളെ. അപ്പം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അപ്പം ആ ബോഡിയിൽ യൂണിഫോം ആയിട്ടായിരിക്കും ആക്സിലറേറ്റ് ചെയ്യുക. അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ചിലപ്പോൾ 2 മീറ്റർ സെക്കൻഡ് ആവും, പിന്നെ ആ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് ആവും. പിന്നെ ഇനിയിപ്പം ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും ആ ഒരു വെലോസിറ്റിയുടെ ചേഞ്ചിന് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിഫോമിറ്റി ആക്സിലറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നടക്കുന്ന കാര്യമുള്ളൂ. ആണ് കേസ് 2. അപ്പൊ കേസ് 1 പഠിച്ചു, കേസ് 2 പഠിച്ചു. കേസ് 3, എഫ് ഇസ് വേരിയബിൾ. ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ ആക്സിലറേഷനും വേരിയബിൾ ആയിരിക്കും. വെലോസിറ്റി ചേഞ്ച് യൂണിഫോം ആയിരിക്കില്ല, വേരിയബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഓഫ് ന്യൂട്ടൺ. ഇനി നമുക്ക് പിറകോട്ടൊരു കാര്യം പറയാം. ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കിപ്പോൾ വെറുതെ ഒന്ന് പറയാം. റോളിംഗ് എന്ന് പറയുന്ന സാധനം 1 ഡയമെൻഷൻ ആണ്, 2 ഡയമെൻഷൻ ആണ് മക്കളെ? ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കി. ഇത്ര നേരം നിങ്ങളെ ബ്രെയിൻ ചെയ്ത് കിടക്കണം. അതിനുവേണ്ടി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഞാൻ പറയാണ്, അത് 1 ഡയമെൻഷൻ മോഷൻ അല്ല. റോളിംഗ് ഈസ് എ 2 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.